ബേസിൽ ജോസഫ് മറ്റൊരു ഇൻഡസ്ട്രിയിൽ പോയി സിനിമ ചെയ്യുമെന്നുള്ളത് കുറച്ച് നാളുകളായി കറങ്ങി നിൽക്കുകയായിരുന്നു. ആദ്യം അത് രൺവീർ സിംഗ് ആയിരുന്നു. ശക്തിമാൻ എന്ന പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് ബേസിൽ മുന്നോട്ട് പോവുകയാണോ എന്നത് അപ്പോൾ മുതൽ തുടങ്ങിയ ചോദ്യമാണ്. രൺവീർ ഇടയ്ക്ക് വന്ന് ബേസിലിൻ്റെ പോസ്റ്റുകളിൽ കമൻറ്റ് ചെയ്തതും രൺവീറും ബേസിലും തമ്മിലുള്ള ഒരു കൊളാബറേഷൻ ഉണ്ടാകുമെന്നത് ഒരുപാട് നാളുകൾക്ക് മുമ്പ്, ഏകദേശം വർഷങ്ങൾക്ക് ശേഷം സിനിമയുടെ പ്രൊമോഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ആ ടോക്സൊക്കെ വളരെയധികം ചർച്ചയായി മാറിയിരുന്നതുമാണ്. എന്നാൽ പിന്നീട് ആ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് ഒന്നും തന്നെ പോയില്ല. ബേസിൽ കഴിഞ്ഞൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് ഒരു പ്രോജക്റ്റിന് വേണ്ടി കുറച്ചധികം വർഷങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടി വന്നതും പിന്നെ അതൊന്നും ആയില്ല എന്ന് പറയുകയും ചെയ്തു. ബേസിൽ അത് ഉദ്ദേശിച്ചത് ഈ ശക്തിമാൻ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടതാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. രൺവീർ പിന്നീട് വലിയ സ്റ്റാറായി, ദുരന്തർ വന്നു, അതോടെ ലൈനപ്സ് മാറി. അതുമായി ബന്ധപ്പെട്ട് പിന്നീട് ശക്തിമാൻ ഡ്രോപ്പ് ആയതാണോ ഇല്ലയോ എന്നതിൽ ഇപ്പോഴും ഒരു സ്ഥിരീകരണമില്ല. പക്ഷേ ഇപ്പോൾ ബേസിലിൻ്റെ ഒരു പുതിയ പോസ്റ്റ് വന്നിരിക്കുകയാണ്. ആ പോസ്റ്റിലാവട്ടെ ഐക്കൺ എന്ന പേരുള്ള ഒരു തൊപ്പിയും വെച്ചിട്ടാണ് ബേസിൽ അത് പോസ്റ്റ് ചെയ്യുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലറായി രണ്ട് മനുഷ്യന്മാരെയും കാണാം. ഐക്കൺ സ്റ്റാർ എന്ന് വിളിപ്പേരുള്ളത് ഇവിടെ അല്ലു അർജുനാണ്. സോ ഇസ് ബേസിൽ ജോസഫ് കൊളാബറേറ്റിംഗ് വിത്ത് അല്ലു അർജുൻ? ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു പോസ്റ്റും അതുതന്നെ ഏറ്റവും കൂടുതൽ വൈറലായി മാറിയതും ഒരു പോസ്റ്റായിരുന്നു. നമ്മൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് എടുത്തു നോക്കിയാൽ അല്ലു അർജുൻ്റെ സഹോദരൻ്റെ വിവാഹ ചടങ്ങിൽ ബേസിൽ ജോസഫിന് ക്ഷണമുണ്ടായിരുന്നു. ബേസിൽ അവിടെ പോയി ഒരുമിച്ച് ഫോട്ടോയും എടുത്തു. അപ്പോൾ മുതൽ തുടങ്ങിയ സംശയമാണ് ബേസിൽ ഇനി എങ്ങാനും അല്ലു അർജുനെ വെച്ച് ഒരു സിനിമ ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. പക്ഷേ ആ സംശയങ്ങൾ അധികം നാളൊന്നും നീണ്ടുന്നില്ല. പെട്ടെന്ന് ആ കനൽ അങ്ങ് തണുത്തു. പക്ഷേ ഇതാ വീണ്ടും ഒരു സ്പാർക്ക് സംവിധായകൻ്റെ ഭാഗത്തു നിന്നും ഏകദേശം ഒരു ഒഫീഷ്യൽ ധാരണയിലേക്ക് വന്നു തന്നെ നിൽക്കുമ്പോഴേക്കും നമുക്ക് കാര്യങ്ങൾ ഏകദേശം ഉറപ്പിക്കാം. ബേസിൽ ജോസഫ് ഇസ് കൊളാബറേറ്റിംഗ് വിത്ത് അല്ലു അർജുൻ. ഗീത ആർട്സിൻ്റെ പ്രൊഡക്ഷനിലായിരിക്കും വരുന്നത്. അല്ലു അർജുൻ്റെ 25th ഫിലിം ആയിരിക്കും എന്നാണ് നമുക്ക് കിട്ടുന്ന ഇൻസൈഡ് റിപ്പോർട്ട്സ് പ്രകാരം മനസ്സിലാവുന്നത്. പോൾസൺ സ്കറിയ ഉൾപ്പെടെ സ്ക്രിപ്റ്റിങ്ങിൽ ഉണ്ടാകും എന്നതും കൂടി കണക്കാക്കുന്നു. ബാക്കിയുള്ള ക്രൂ, കാസ്റ്റ് ഡീറ്റെയിൽസ് ഉൾപ്പെടെയുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഇൻസൈഡായിട്ട് കിട്ടുന്ന കുറച്ച് വിവരങ്ങൾ മാത്രമാണ്. ഇത് ജെനുവിനാണ്, ട്രൂ ആവണമെന്നും ഒരു നിർബന്ധമില്ല. പക്ഷേ നമുക്ക് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ കൂടിയാണത്. നമുക്കറിയാം അല്ലു അർജുൻ ഇസ് നൗ എ സൂപ്പർ സ്റ്റാർ. പുഷ്പയ്ക്ക് ശേഷം അദ്ദേഹം ചെയ്ത സിനിമകൾ, പ്രോജക്റ്റുകൾ പാൻ ഇന്ത്യൻ ലെവലിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന രീതിയിലുള്ള സിനിമകളായി മാറി. ബേസിൽ ജോസഫ് ആവട്ടെ മിന്നൽ മുരളിയിലൂടെ തന്നെ പാൻ ഇന്ത്യൻ ലെവൽ അപ്പീൽ കിട്ടിയൊരു സംവിധായകൻ കൂടിയായി മാറി. അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ നടനായി, നായകനായൊക്കെ തന്നെ പ്രധാനപ്പെട്ട വേഷങ്ങൾ ചെയ്യുന്ന സിനിമകളും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ചെയ്തത് അതിരടിയാണ്. അതിരടിയും ഗംഭീരമായി തന്നെ തിയേറ്ററുകളിൽ ഓടി. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഒരു പോസ്റ്റുമായിട്ട് വന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇത് ഇൻ്റർനെറ്റ് സെൻസേഷനായിട്ട് മാറി എന്ന് തന്നെ പറയേണ്ടി വരും. പാൻ ഇന്ത്യൻ ലെവലിൽ പോയി. അല്ലു അർജുൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് റാക്ക എന്ന ചിത്രമാണ്. ആറ്റ്ലിയാണ് ആ ചിത്രത്തിൻ്റെ സംവിധായകൻ. അത് അല്ലു അർജുൻ്റെ 22ാമത്തെ ചിത്രമാണ്. ആ ചിത്രം ഒരു പാൻ ഇന്ത്യൻ അപ്പീലിൽ പോകുന്ന ചിത്രമാണ്. സൺ പിക്ചേഴ്സാണ് ആ ചിത്രം നിർമ്മിക്കുന്നത്. ആറ്റ്ലി സംവിധാനം ചെയ്യുന്നു. അല്ലു അർജുൻ്റെ ഒരു ലുക്കൊക്കെ പുറത്തു വന്നതാണ്. വളരെ എന്താ പറയുക, ഒരു പുതിയ ലുക്കൊക്കെയാണ് നമ്മളതിൽ കാണുന്നത്. അതിനുശേഷം ലോകേഷ് കനകരാജിൻ്റെ സംവിധാനത്തിൽ AA23 അല്ലു അർജുൻ 23 എന്ന ചിത്രമായിരിക്കും വരാൻ പോകുന്നത്. മൈത്രി മൂവി മേക്കേഴ്സാണ് ആ ചിത്രത്തിൻ്റെ നിർമ്മാതാക്കൾ. അങ്ങനെ ഒരു ലൈനപ്പിൽ നിൽക്കുന്ന അല്ലു അർജുൻ്റെ 25th ഫിലിം ആയിരിക്കുമോ ബേസിൽ ജോസഫിൻ്റെ ഒപ്പമുള്ള ചിത്രം എന്നുള്ളതും കൂടി എടുത്തു പറയേണ്ടതാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ഇതൊരു തെലുങ്ക് ചിത്രമായിരിക്കുമോ, ഇതൊരു മലയാള ചിത്രമായിരിക്കുമോ എന്നുള്ളതാണ്. ഗീത ആർട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് തെലുങ്ക് ചിത്രമാവാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഇനി ഗീത ആർട്സ് മലയാളത്തിലേക്കോ അല്ലു അർജുൻ ഒരു മലയാള സിനിമ ചെയ്യുമോ എന്നുള്ളതൊന്നുമല്ല നമ്മൾ അങ്ങനെ വിശ്വസിക്കേണ്ട. കാരണം ഇപ്പോൾ ആറ്റ്ലി ആണെങ്കിൽ പോലും അവിടെ പോയാൽ ഷാരൂഖ് ഖാനൊപ്പം ഒരു ഹിന്ദി ചിത്രമാണ് ചെയ്യുന്നത്. അതുപോലെ ബേസിൽ ഇൻഡസ്ട്രി മാറി തെലുങ്കിലേക്ക് പോയി ഒരു സിനിമ ചെയ്യുകയാണോ എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യം. ഉള്ളിൻ്റെ ഉള്ളിൽ ആത്മാർത്ഥമായിട്ട് സന്തോഷമുണ്ട്. കാരണം ബേസിലിനെ പോലൊരു വ്യക്തി പണ്ട് ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്ത് FB മെസ്സഞ്ചേഴ്സിലൂടെ പ്രധാനപ്പെട്ട സ്റ്റാർസിനൊക്കെ മെസ്സേജ് അയച്ച് ഈ ഷോർട്ട് ഫിലിം കാണണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടിരുന്ന നമ്മളിൽ ഒരാളായിരുന്ന ഒരു സാധാരണക്കാരൻ ഇന്ന് ഒരു പാൻ ഇന്ത്യൻ ലെവലുള്ള ഒരു ആക്ടറിനെ വെച്ച് ഒരു സിനിമ ചെയ്യുമ്പോഴേക്കും ആ ജേർണി എളുപ്പമായിരുന്നില്ല. വർഷങ്ങൾ, ഏകദേശം ഒരു 16, 17, 18 ഇയേഴ്സോളം നീണ്ടു നിൽക്കുന്ന ഒരു ജേർണി ആയിരുന്നു. ആ ജേർണിയിലൂടെയാണ് ഇപ്പോൾ ഇതിലേക്ക് എത്തുന്നത്. പക്ഷേ അമിതമായി ആഘോഷിക്കുന്നുമില്ല. കാരണം നമുക്ക് മുന്നിൽ രൺവീർ സിംഗ് എന്നൊരു എക്സാമ്പിൾ ഉള്ളത് കൊണ്ടാണ്. കാരണം രൺവീറുമായിട്ടുള്ള പ്രോജക്റ്റ് ഉണ്ടാകുമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകൾ ഉള്ളിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എന്ത് കാരണം കൊണ്ടാണ് അത് ഡ്രോപ്പ് ആയത്, അല്ലെങ്കിൽ അത് എന്താ പറയുക, ഒന്ന് ഷെൽവ് ചെയ്ത് വെച്ചേക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ലാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ അല്ലു അർജുൻ പ്രോജക്റ്റിലാണ് ഇനി എല്ലാ ശ്രദ്ധകളും. ഇനി അല്ലു അർജുൻ ബേസിൽ ജോസഫ് തമ്മിലുള്ള പ്രോജക്റ്റിൻ്റെ ജോണർ എന്തായിരിക്കും, അതുമായി ബന്ധപ്പെട്ട് എന്തായിരിക്കും, പ്രത്യേകിച്ച് ഒരു ബിഗ് ബഡ്ജറ്റ് മൂവി ആയിരിക്കും എന്ന കാര്യത്തിൽ ഇവിടെ ഒരു തർക്കമില്ല. ആ ഒരു ബിഗ് ബഡ്ജറ്റ് സിനാരിയോ ആ ഒരു മൂവിയിൽ എങ്ങനെയായിരിക്കാം പ്ലേസ് ചെയ്യുക. ബേസിൽ ഒരുപക്ഷെ മിന്നൽ മുരളിയിൽ ഉണ്ടാക്കിയതിനേക്കാൾ ഒരു വലിയ ഓളം ഈ പ്രോജക്റ്റിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോഴും വീണ്ടും പറയുന്നു, ബേസിൽ ഐക്കൺ എന്ന പേരുള്ള ഒരു തൊപ്പി മാത്രമേ പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ബാക്കി നമ്മൾ ആർട്ടിസ്റ്റുകൾ എടുത്തു നോക്കിയാൽ ടൊവിനോ തോമസിൻ്റെ കമൻറ്റ് വന്നിട്ടുണ്ട്.
നസ്ലിൻ്റെ കമൻറ്റ് വന്നിട്ടുണ്ട്, പ്രധാനപ്പെട്ട ആർട്ടിസ്റ്റുകളുടെയൊക്കെ കമൻറ്റ് വന്നിട്ടുണ്ട്. സോ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ അല്ലു അർജുൻ്റെ ഒരു പാട്ടും പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു തൊപ്പിയുടെ ഫോട്ടോ വെച്ചിട്ട് ഒരു തീ കമൻറ്റ് ടൊവിനോ തോമസ് ഉൾപ്പെടെ ഇടേണ്ട ആവശ്യമില്ലല്ലോ. സോ ദാറ്റ് ഐക്കോണിക്കലി മീൻസ് ദ ഐക്കൺ സ്റ്റാർസ് ഓൺ ദിസ് പ്രോജക്റ്റ്. അപ്പോൾ ബേസിൽ ജോസഫ് അല്ലു അർജുൻ പ്രോജക്റ്റ് ഇസ് ഓൺ എന്ന് തന്നെ വിശേഷിപ്പിക്കുന്ന രീതിയിൽ ഒരുപക്ഷെ ഒരു ഇൻഡസ്ട്രി മാറി, ബൗണ്ടറി മാറി നമ്മുടെ ഒരു മലയാളി സംവിധായകൻ തെലുങ്കിലേക്ക് പോകുന്നെങ്കിൽ, അതും ഒരു കമേഴ്ഷ്യൽ സിനിമ എടുക്കാൻ പോകുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും അഭിമാനിക്കാൻ കഴിയുന്ന ഒരു നിമിഷമായിരുന്നു കഴിഞ്ഞ ദിവസം ബേസിൽ ഈ പോസ്റ്റിലൂടെ വന്നത്.